ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്ന വയോധികന് ഗാന്ധിഭവൻ അഭയമായി. ശാസ്താംകോട്ട കടപുഴ പെരുവേലിക്കര സ്വദേശി രാധാകൃഷ്ണനെയാണ് ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. ശാസ്താംകോട്ട കടപുഴ പഴയ ബസ് സ്റ്റാൻഡിന് തെക്ക് പെരുവേലിക്കര വാർഡ് സ്വദേശിയായ രാധാകൃഷ്ണനെയാണ് ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. വൃദ്ധയായ അമ്മയ്ക്കൊപ്പമാണ് ഇദ്ദേഹം കഴിഞ്ഞു വന്നത്. 2 വർഷം മുമ്പ് അമ്മ മരിച്ചു. സ്ട്രോക്ക് വന്ന് ഓർമ്മക്കുറവ് സംഭവിച്ചതിനെ തുടർന്ന് പല ആശുപത്രികളിലായി രാധാകൃഷ്ണന് ചികിത്സയും നൽകി. എന്നാൽ പൂർവ്വസ്ഥിതിയിലെത്തിയില്ല. അമ്മയുടെ മരണശേഷം ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് തകർന്നു വീഴാറായ വീട്ടിൽ കഴിയുകയായിരുന്നു രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിന്റെ സ്ഥിതി മനസ്സിലാക്കിയാണ് ഗാന്ധിഭവൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ഗാന്ധിഭവൻ കോർഡിനേറ്റർ സിദ്ദിഖ് മംഗലശ്ശേരിയാണ് രാധാകൃഷ്ണനെ ഏറ്റെടുത്തത്. കല്ലട ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണികണ്ഠൻ, പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫി, വലിയ വിളയിൽ തസ്ലീം, നെറ്റിയാട്ട് പൗരസമിതി പ്രസിഡന്റ് റാഫി തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു രാധാകൃഷ്ണനെ ഏറ്റെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷ പത്തനാപുരം ഗാന്ധിഭവന് ദേശാഭിമാനി പത്രത്തിൻ്റെ ലേഖകൻ, കൊല്ലം ബ്യൂറോ സനൽ ഡി പ്രേമും അതുപോലെ തന്നെ വാർഡ് മെമ്പർ മണികണ്ഠൻ ഉൾപ്പെടെ ഗാന്ധിഭവന് തരികയുണ്ടായി. ഗാന്ധിഭവനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്, എടുക്കാൻ സ്ഥലമില്ല. ഈ രാധാകൃഷ്ണൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അദ്ദേഹം ഒറ്റപ്പെട്ട് ഈ വീട്ടിലാണ് താമസം. നടക്കില്ല, മാനസികമായി തകർന്നു. ഒരു സഹോദരനും ബന്ധുമിത്രാദികളുമൊക്കെ വന്ന് ഭക്ഷണം കൊടുത്തു കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലാണ്. ഇത് ഗാന്ധിഭവൻ്റെ ശ്രദ്ധയിൽ വന്ന് ബഹുമാന്യനായ സെക്രട്ടറി പുനലൂർ സോമരാജൻ അവറുകൾ മെനഞ്ഞാന്ന് ഇദ്ദേഹത്തെ ഏറ്റെടുക്കാൻ വേണ്ടുന്ന നടപടികൾ പൂർത്തീകരിക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിന്ന് പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ഷംന റാഫി, എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ നെറ്റിയാട്ട് റാഫി, കൂടാതെ എൻ്റെ സഹപ്രവർത്തകർ, ബാക്കിയുള്ള ഈ പ്രദേശവാസികൾ, മണികണ്ഠൻ ഉൾപ്പെടെ ഇന്ന് ഇദ്ദേഹത്തെ ഞങ്ങൾ പത്തനാപുരം ഗാന്ധിഭവനെ ഏറ്റെടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.